ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അമൃതയെ കാണാത്തതിന്റെ പേരിൽ ശ്യാമയെ കുറ്റക്കാരിയാക്കുകയാണ് ജയേഷ്. ആനന്ദ നിലയത്തിൽ വന്ന് ശ്യാമയെ അറസ്റ്റ് ചെയ്യാൻ ജയേഷ് ഒരുങ്ങുന്നു. ശ്യാമ തന്നെയാണ് അമൃതയെ കാണാത്തതിന്റെ പിന്നിലെന്നും കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് അമൃതയെ കടത്തിക്കൊണ്ടു പോയതെന്നും ജയേഷ് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ടെൻഷനോടെ ശ്യാമ പറയുന്നു, സാർ ഇങ്ങനെയൊന്നും പറയല്ലേ. ജയേഷ് പറയുന്നു, ശരിയാ, ഇങ്ങനെയൊന്നും അല്ല നിന്നോട് പറയേണ്ടത്. സ്റ്റേഷനിൽ കൊണ്ടുപോയി നന്നായി കൈകാര്യം ചെയ്തു വേണം നിന്നോട് പറയാൻ. ഇവളെ പിടിച്ച് ജീപ്പിൽ കയറ്റാൻ വനിതാ പോലീസിനോട് പറയുകയാണ്. ജയേഷ് പെട്ടെന്ന് ശ്യാമ വസുന്ധരയുടെ മറവിൽ ഒളിക്കുന്നു. ഇല്ല, ഇവളുടെ പേരിൽ കുറ്റം ആരോപിച്ച് എന്റെ മോളെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് വസുന്ധര ജയേഷിനോട് പറയുന്നുണ്ട്. ദേ മാറങ്ങോട്ടെന്ന് ജയേഷും പറയുന്നു. ഇല്ല, മാറില്ല എന്ന് വസുന്ധര പറയുന്നുണ്ട്. വസുന്ധരയുടെ പിന്നിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശ്യാമ. ജയേഷ് വീണ്ടും പറയുന്നു, ദേ എതിർത്താൽ ഇവർക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. സർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ദയവ് ചെയ്ത് എന്നെ കൊണ്ടുപോകരുതെന്ന് കരഞ്ഞുകൊണ്ട് വീണ്ടും പറയുകയാണ് ശ്യാമ. ഇതെല്ലാം കേട്ട് ഐശ്വര്യ പറയുന്നു, ശ്യാമയെ നീ അനുസരിക്കുന്നേ നല്ലത്. നീ നിരപരാധിയാണെന്ന് തെളിയിച്ചാൽ തിരിച്ചു വരാലോ. ഒച്ചയും ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ മുഴുവനും അറിയിക്കല്ലേ എന്ന് അപ്പച്ചിയും പറയുന്നുണ്ട്. ജയേഷ് പറയുന്നു, ഇവള് കേറുന്നില്ലെങ്കിൽ തൂക്കിയെടുത്ത് കേറ്റ്. അങ്ങനെ ആ വനിതാ പോലീസ് ശ്യാമയെ പിടിച്ചു കൊണ്ടുപോകുന്നു. ജയേഷ്, മോളെ കൊണ്ടുപോകരുതേ എന്ന് ഉറക്കെ വിളിച്ച് പറയുകയാണ് വസുന്ധര. എന്നെ കൊണ്ടുപോകരുതെന്ന് കരഞ്ഞുകൊണ്ട് ശ്യാമയും പറയുന്നു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല, എന്റെ മോളെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ആവർത്തിച്ച് വസുന്ധര പറയുന്നുണ്ട്. ശ്യാമയെ പിടിച്ചു ഉമ്മറത്ത് നിന്നും വീട്ടിന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് വനിതാ പോലീസ്. ഇതെല്ലാം കണ്ട് വളരെ സന്തോഷത്തോടെ അപ്പച്ചിയും ഐശ്വര്യയും നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടേക്ക് ഒരു കാറ് വന്നു. കാറിൽ അഖിലാണ്. അഖില് വന്നപ്പോൾ കണ്ട കാഴ്ച അഖിലിനെ ഞെട്ടിപ്പിക്കുന്നതാണ്. അഖില് വന്നപ്പോൾ പെട്ടെന്ന് സാർ എന്ന് പറഞ്ഞ ശ്യാമ അഖിലിന്റെ അടുത്തേക്ക് ഓടി വന്നു. എന്താ ഇവിടെ പോലീസൊക്കെ എന്ന് ജയേഷിനോട് അഖിൽ ചോദിക്കുന്നുണ്ട്. ജയേഷ് പറയുന്നു, എന്താണെന്നോ, നിന്റെ ഭാര്യയെ ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്. കൊടുക്കേണ്ടത് ഞാൻ അവിടെ ചെന്ന് കൊടുക്കാം. അഖിലിന്റെ കൂടെ വർമ്മയും അരുണും ഒക്കെ ഉണ്ട്. സാറിന് അറിയാലോ, ഈ കത്തിൽ പറയുന്നൊക്കെ വെറുതെയാ. അവരുടെ കൂടെ തന്നെ ആദിയുണ്ട്. ഇതെല്ലാം കേട്ട് വർമ്മ പറയുന്നുണ്ട്, ജയേഷേ, കുടുംബപരമായി എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ അത് ഈ രീതിയിലല്ല തീർക്കേണ്ടത്. എന്റെ മോളെ വെറുതെ വിട്. മോളെയല്ല ഞാൻ ഉന്നം വെച്ചത്, നിങ്ങളുടെ മോൻ അഖിയാണ്. ഞാനും ഇവനും തമ്മിൽ ചെറിയ കണക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങ് തീർക്കാന്ന് വെച്ചു. അത് കേട്ട് ദേഷ്യത്തോടെ അഖില് പറയുന്നു, എന്നാ തീർക്കടാ. ചോണയുണ്ടെങ്കിൽ എന്റെ ദേഹത്തൊന്ന് തൊട്ട് നോക്കടാ. ഈ യൂണിഫോമിന്റെ വില എന്താണെന്ന് അപ്പോ നീ അറിയുമെന്ന് ജയേഷ് അഖിയോട് പറയുന്നുണ്ട്. ജയേഷേ, നീ അല്ല, നിനക്ക് ഈ യൂണിഫോം തന്നവരാണ് കുറ്റക്കാര്. വളരെ ദേഷ്യത്തോടെ അഖിൽ ജയേഷിനോട് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ജയേഷെ, എന്റെ ഭാര്യ എന്തിനാ കസ്റ്റഡിയിൽ എടുത്തോണ്ട് പോകുന്നത്, അതാദ്യം പറയൂ. ദേ ഈ കത്തിൽ എല്ലാം ഉണ്ട് എന്ന് ജയേഷ് പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, ഈ കത്തിൽ എഴുതിയിട്ടുണ്ടോ ശ്യാമയാണ് അമൃതയെ തട്ടിക്കൊണ്ടു പോയെന്ന്? അങ്ങനെയാണെങ്കിൽ അത് അമൃതയെടുത്തി തന്നെ പറയട്ടെ. അഖിൽ കാറിലെ ഡോറ് തുറന്നിട്ട് അമൃതയെടുത്തി വാ എന്ന് പറഞ്ഞ അമൃതയെ പുറത്തേക്ക് വിളിക്കുന്നു. തല കുനിച്ചുകൊണ്ട് വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് അവിടേക്ക് വരികയാണ് അമൃത. അമൃതയെ കണ്ടപ്പോഴാണ് ശ്യാമയ്ക്കും വസുന്ധരയ്ക്കും സമാധാനമാവുന്നത്. എന്നാൽ ശ്യാമയെ കണ്ടപ്പോൾ ടെൻഷൻ ആവുന്നത് ഐശ്വര്യയും അപ്പച്ചിയും ജയേഷും ഒക്കെയാണ്. ഇതെല്ലാം കണ്ട് ആദ്യം ഒന്നും മിണ്ടുന്നില്ല. ആദ്യമായിട്ടാണ് അമൃത വിളിക്കുന്നുണ്ട്. ആദ്യം മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആദ്യയുടെ വിഷമം സഹിക്കാൻ കഴിയുന്നില്ല. അമൃത അവിടെ കണ്ടപ്പോൾ ശ്യാമ വളരെ സന്തോഷത്തോടെ എടുത്തി എന്ന് വിളിക്കുന്നുണ്ട്. അമൃത എടുത്തി തന്നെ പറ. അമൃത എടുത്തേക്ക് ശ്യാമയോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ശ്യാമ എന്ന് പറഞ്ഞ് അമൃത ശ്യാമയെ കെട്ടിപ്പിടിക്കുന്നു. രണ്ടുപേരും കരയുകയാണ്. കെട്ടിപ്പിടിച്ചുകൊണ്ട് ആരും കേൾക്കാതെ അമൃത ശ്യാമയോട് പറയുന്നു, നിന്നോട് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല, അത് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. അമ്മേ ഞാൻ എന്ന് വസുന്ധരാമയോടും അമൃത പറയുന്നുണ്ട്. നീ എന്ത് പണിയാ കാണിച്ചെന്ന് വസുന്ധരാമ ചോദിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മകൾ ജയേഷിനോട് പറയുന്നു, എന്ത് പറയുന്നു സാർ? ഇവിടെ വന്ന് കുറെ ഷോ കാണിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഒരു കാരണവുമില്ലാതെ എന്റെ ഭാര്യയോട് അതിക്രമം കാണിച്ചതിന് നിനക്കൊരു മരുന്ന് തന്നെ ഞാൻ വിടൂ എന്ന് പറഞ്ഞ് അഖിൽ ജയേഷിനെ അടിക്കാൻ തുടങ്ങിയപ്പോൾ വർമ്മ അഖിലിനെ തടയുന്നു. എന്നാൽ വർമ്മയാണ് ജയേഷിനെ തല്ലിയത്. അതെല്ലാം കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു. ബന്ധം കൊണ്ടേ നിന്റെ അമ്മാവനാ ഞാൻ. ആ ബന്ധത്തിന്റെ പിറത്താ ഞാനിപ്പോ തല്ലിയത്. നീ എനിക്കെതിരെ നടപടിയെടുക്ക്, കാണട്ടെ. അകത്ത് ഞങ്ങൾ ക്യാമറ വെച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ കാണട്ടെ. നീ ഓവറാക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ തൊപ്പി തെറിപ്പിക്കും എന്ന് അഖില് പറയുന്നുണ്ട്. ജയേഷെ, ഇറങ്ങിപ്പോടാ, നിന്ന് തല്ലുകൊള്ളാതെ എന്ന് അരുണും. അങ്ങനെ ജയേഷും മറ്റു കോൺസ്റ്റബിൾസും പോലീസ് ജീപ്പിൽ കയറി പോകുന്നുണ്ട്. എന്തൊരു ബുദ്ധിമോശമോ മോളെ നീ കാണിച്ചതെന്ന് വസുന്ധര അമൃതയോട് പറയുന്നു. എല്ലാവരും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. എല്ലാം ചീറ്റിപ്പോയ മട്ടിൽ നിരാശയോടെ അകത്തേക്ക് വരികയാണ് ഐശ്വര്യയും അപ്പച്ചിയും. പിന്നാലെ ബാക്കിയുള്ളവരും വരുന്നു. ഞാൻ കാരണം എല്ലാവരും ബുദ്ധിമുട്ടി, എല്ലാവരും വിഷമിച്ചു. ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ്.
എന്നൊക്കെ അമൃത എല്ലാവരോടുമായി പറയുന്നുണ്ട്. ശ്യാമ അമൃതയോട് പറയുന്നു, അമൃത എടുത്തി, ഞാൻ ഏടത്തിയോട് എന്ത് തെറ്റാ ചെയ്തത്, അതൊന്ന് പറ. അതൊക്കെ വിട്ടേക്ക് ശ്യാമേ എന്നെ അമൃത പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, എന്താ എടുത്തി, ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യങ്ങളാ ആ കത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാവരുടെയും മുന്നിലും എന്നെ കുറ്റവാളിയാക്കി, എന്നിട്ട് എല്ലാം വിട്ടേക്കാന്ന് പറഞ്ഞാൽ അതിന് എന്തർത്ഥമാ ഉള്ളത്? എല്ലാവരും വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. എനിക്കും നല്ല ക്ഷീണമുണ്ട് എന്നെ അമൃത പറയുന്നു. അച്ഛാ, ആദ്യമായിട്ട് അമൃതയെടുത്തി ഒന്ന് വിശ്രമിക്കട്ടെ എന്ന് അഖിൽ പറയുന്നുണ്ട്. വസുന്ധര ചോദിക്കുന്നു, അല്ല വിശ്രമിക്കാൻ വരട്ടെ, ഇവിടെ നടന്നത് എന്താണെന്ന് അറിയണം. ഞാൻ ഒരുപാട് മോഹിച്ചിരുന്ന ഇവരുടെ താലികെട്ട് മാറിപ്പോയി, അത് ഇനിയും നടത്താലോ അമ്മയെന്ന് അമൃത പറയുന്നുണ്ട്. വസുന്ധര വിഷമത്തോടെ പറയുന്നു, മുഹൂർത്തൊക്കെ കഴിഞ്ഞില്ലേ മോളെ, ഇനി എന്ത് താലികെട്ട്? ഇനി എപ്പോഴാ വിധിയെന്ന് വെച്ചാൽ അപ്പൊ നടക്കട്ടെ. മോൾ അറിയണം, എല്ലാവരും മോളെ അന്വേഷിച്ച് ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ശ്യാമയോട് പറഞ്ഞതാണ് മുഹൂർത്തത്തിൽ താലി കെട്ടാമെന്ന്. പക്ഷേ ശ്യാമ സമ്മതിച്ചില്ല. അമൃതയെടുത്തില്ലാതെ താലി കെട്ടില്ല എന്നുള്ള വാശിയിലായിരുന്നു ശ്യാമ. അമൃതയെടുത്തെ കാണാതായപ്പോൾ ശ്യാമ ആകെ തളർന്നു വീണുപോയി. അറിയാമോ ഇടത്തേക്ക് എന്നൊക്കെ അരുൺ പറയുന്നുണ്ട്. മോൾ ഈ കല്യാണം മുടങ്ങാൻ വേണ്ടി തന്നെയാണ് വീട് വിട്ടു പോയത് അല്ലേ എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ അമൃത വിഷമത്തോടെ പറയുന്നു, അതെ അമ്മയെന്ന്. അമൃതയെടുത്തി എല്ലാം സന്തോഷമായി അവസാനിച്ചു. പക്ഷേ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഇവിടെ ആർക്കും അറിയില്ല. അമൃതയെടുത്തി പറയേ, എന്താ സംഭവിച്ചത്? പറയാം. കുറെ ദിവസങ്ങളായിട്ട് എന്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. ഈ കല്യാണം മുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അമ്മ പറഞ്ഞതുപോലെ അതിനുവേണ്ടി കണ്ടുപിടിച്ചിരുന്ന വഴിയായിരുന്നു ഇത്. കല്യാണം മുടങ്ങാൻ വേണ്ടി രാത്രി ഒരു കത്ത് എഴുതി വെച്ച് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. ആ കാര്യങ്ങൾ അമൃത എല്ലാവരോടുമായി പറയുന്നു. രാത്രിയിൽ ആദ്യം നല്ല ഉറക്കത്തിൽ നിന്നും ഉണർന്നിട്ട് അമൃത മനസ്സിൽ വിചാരിക്കുന്നു, എന്നോട് വഞ്ചന കാണിച്ചിട്ട് ശ്യാമ അങ്ങനെ സന്തോഷിക്കണ്ട. ജയന്തി പറഞ്ഞതുപോലെ അവൾ അഭിനയിക്കാണ്, എന്നെ പറ്റിക്കാൻ നോക്കുവാണ്. എന്തായാലും നാളെ അവളുടെ വിവാഹം നടക്കാൻ പാടില്ല. നാളെ ഇവിടെ എല്ലാവരും ഉണരുമ്പോൾ എന്നെ കാണാൻ പാടില്ല. എല്ലാവരും കൂടി എന്നെ അന്വേഷിക്കണം. ആദ്യം അറിയാതെ ഒരു പേപ്പറും പേനയും എടുത്തുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തിറങ്ങി ഒരു കത്തെഴുതുകയാണ് അമൃത അമ്മയും അച്ഛനും മറ്റുള്ളവരും അറിയുന്നതിന്. ദേവി, എന്നോട് പൊറുക്കണം, പക്ഷെ എന്നോട് കാണിച്ചതിന് ഞാൻ പൊറുക്കില്ല. താലിയുടെ വില എന്തുമാത്രമാണെന്നറിയാം, പക്ഷെ എനിക്കിതല്ലാതെ വേറെ വഴിയില്ല. സമാധാനം കിട്ടണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചാണ് അമൃത ആ കത്ത് എഴുതുന്നത്. കത്ത് എഴുതിയതിനു ശേഷം മുറിയിലേക്ക് വരികയാണ്. ആദ്യ കണ്ടിട്ട് മനസ്സിൽ വിചാരിക്കുന്നു, എന്നെ പറ്റിച്ച മറ്റൊരു മഹാൻ സുഖമായി ഉറങ്ങുന്നു. നാളെ നേരം വെളുക്കുമ്പോൾ ഈ മനുഷ്യന്റെ ഉറക്കവും കുറച്ചു ദിവസത്തേക്ക് നഷ്ടമാകും. അങ്ങനെ ആ കത്ത് പില്ലോയ്ക്ക് അടിയിലേക്ക് വെക്കുന്നു. എന്നിട്ട് വീടിന് പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. ഇതേ സമയം ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയുകയാണ് അമൃത. ഇതെല്ലാം കേട്ട ശേഷം അഖിൽ പറയുന്നുണ്ട്, ആദ്യേട്ടനിൽ നിന്നാണ് എനിക്കൊരു സൂചന കിട്ടിയത്. ജഗന്നാഥന്റെ താവളത്തിൽ അമൃതയെടുത്തി ചിലപ്പോൾ ഉണ്ടാവുമെന്ന്. ഞാൻ ഒറ്റയ്ക്ക് ഇടപെടാന്ന് തന്നെ കരുതി. എന്റെ ഒരു പരിചയക്കാരനുണ്ട്, ജോസ്. ജഗന്നാഥന്റെ വലങ്കയായിരുന്നു മുന്ന്. ഞാൻ ജോസിനെ വിളിച്ചു. അങ്ങനെ ബാക്കി കാര്യങ്ങൾ അഖിൽ അവരോട് പറയുന്നുണ്ട്. ജോസിനെ കാണുന്നു അവർ. അമൃതയെടുത്ത് ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് തന്നെ കണ്ടുപിടിച്ച് വീട്ടിലെത്തിക്കണം. സാറിന് വേണ്ടി എന്തും ചെയ്യാം. ഞാൻ മാത്രമല്ല, എന്റെ ഫുൾ ടീമും സെറ്റാണ്. തനിക്ക് ജഗന്നാഥനെ അറിയാലോ എന്ന് അഖിൽ ചോദിച്ചപ്പോൾ ജോസ് പറയുന്നു, ജഗന്നാഥൻ മുതലാളിയല്ലേ, ആ വൃത്തികെട്ടവനെ അറിയാന്നോ? ഞാനും കുറച്ചുനാൾ അയാളുടെ കയ്യാളായിട്ട് വർക്ക് ചെയ്തതാണ്. അയാളുടെ ഈ താവളങ്ങളൊക്കെ എവിടെയാണെന്ന് അഖിൽ ചോദിക്കുന്നു. ജോസ് അതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ജോസിൽ നിന്നും ഏത് താവളത്തിലാവും അമൃതയെടുത്തെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. ഇനി നടക്കാൻ പോകുന്നത് ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നത് എനിക്കറിയാം. ഞങ്ങളുടെ വിവാഹ ചടങ്ങല്ല അപ്പോഴെന്റെ മനസ്സിലുണ്ടായിരുന്നത്. അമൃതയെടുത്തിയുടെ ജീവൻ മാത്രമായിരുന്നു. എന്തായാലും ജോസിൽ നിന്ന് കിട്ടിയ സൂചനകൾ അനുസരിച്ച് ഞാനും ജോസും കൂടി ആ താവളത്തിലെത്തി. അവിടെ ഏടത്തി ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയോടെ ആ കാര്യങ്ങൾ അഖിൽ അവരോട് പറയുന്നുണ്ട്. രണ്ടുപേരും കൂടി ആ താവളത്തിലെത്തി. അവിടെ എത്തിയപ്പോൾ അമൃതയെ ഒരു ചേറിൽ കെട്ടിയിട്ടിരിക്കുന്നു. വളരെ ദേഷ്യത്തോടെ അവിടേക്ക് വരികയാണ് അഖിൽ. രണ്ട് ഗുണ്ടകളെ അഖിൽ അടിച്ചൊതുക്കുന്നു. കൂടെ ജോസും ഉണ്ട്. രണ്ടുപേരും കൂടി ആ ഗുണ്ടകളെ അടിച്ചൊതുക്കുകയും അമൃതയെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. കെട്ടടിക്കുന്നുണ്ട്. അമൃത കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ആകെ പേടിച്ചു പോയെന്ന്. അവിടെ കിടന്ന ഒരു തടികഷ്ണം എടുത്ത് അവരെ അടിക്കുകയാണ് അഖിൽ. എന്നിട്ട് അവർ ജീവനും കൊണ്ട് ഓടുന്നു. അഖിൽ അമൃതയെ രക്ഷപ്പെടുത്തു. പേടിക്കാനൊന്നുമില്ല ഏടത്തി, ഞാനില്ല എന്ന് പറഞ്ഞ് അഖിൽ അമൃതയെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി. ഇതെല്ലാം കേട്ട ശേഷം വസുന്ധര പറയുന്നു, ആ ജഗന്നാഥനെ എത്രയും പെട്ടെന്ന് പോലീസിൽ എത്തിക്കണം. പോലീസും അവന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കണം. ഒന്നും വേണ്ടമ്മേ, അയാളുമായിട്ടുള്ള കണക്കുകൾ ഞങ്ങൾ തീർത്തോളാം എന്ന് അരുൺ പറയുന്നു. അമ്മേ, എന്തായാലും നമുക്ക് ഈ താലികെട്ട് നടത്തിക്കൂടെ? വസുന്ധര പറയുന്നു, വേണ്ട മോനെ, ഏറ്റവും നല്ല രീതിയിൽ നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാ, അത് നടന്നില്ല. ഇനി എന്തായാലും ജോത്സ്യൻ വരട്ടെ,
ഐശ്വര്യ പറയുന്നു ജോത്സ്യൻ വന്നാലും ഇത് നടത്തരുതെന്നേ പറയൂ. ശ്യാമയെ അഖിൽ ആശ്വസിപ്പിക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് ശ്യാമ മുകളിലേക്ക് പോകുന്നു. പിന്നാലെ അഖിലും. ശ്യാമ കണ്ണന്റെ മുന്നിൽ പോയി പൊട്ടിക്കരയുകയാണ്. ഒരു വലിയ സ്വപ്നമാണ് ശ്യാമയ്ക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. പാവം അരുണേട്ടനും ആദിയേട്ടനും കൂടി എത്ര സന്തോഷത്തോടു കൂടി ഇതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇന്നലെ നമ്മൾ അമ്പലത്തിലായിരുന്നപ്പോൾ ഏതൊക്കെ പോവണോന്ന് അവരെ വിളിച്ച് ചോദിച്ചില്ലായിരുന്നോ സാർ? സ്വപ്നങ്ങളൊക്കെ തകർന്നു പോവുമെന്ന് പറയും. ഇത്രയും വലിയ തകർച്ച ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. അത്രയും കൊതിച്ചിട്ടാണ് ഈ ദിവസവും വരുന്നത് നോക്കി ഞാൻ കാത്തിരുന്നത് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് അഖിലും പറയുന്നു, തന്റെ വിഷമം എനിക്ക് മനസ്സിലാകും. താൻ വിഷമിക്കുന്നതിന്റെ എത്രയോ ഇരട്ടി ഞാനും വിഷമിക്കുന്നുണ്ട്. എന്റെ സങ്കടം ജീവിതത്തിൽ എന്തെങ്കിലും മാറി കിട്ടുമെന്നാ ഇപ്പോ എന്റെ സംശയം എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു, മാറുവടോ, എല്ലാം മാറും. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അമൃതയെടുത്തെ കണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ഈ കല്യാണം മുടക്കുകയും ചെയ്യാൻ മാത്രം നമ്മൾ എന്ത് ദ്രോഹമാണ് അമൃതയെടുത്തിയോട് ചെയ്തത് എന്ന് ചോദിക്കണം. ശ്യാമ പറയുന്നു, അമൃതയെടുത്തിയുടെ ദേഷ്യം എന്നോട് മാത്രമാണ് സാർ. എന്നെ കണ്ണീര് കുടിപ്പിക്കാൻ വേണ്ടിയാണ് അമൃതയെടുത്തി ഓരോ നീക്കവും നടത്തിയത്. സാർ ഒന്നും ചോദിക്കണ്ട. പറ്റില്ല എന്ന് അഖിലും പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.